ഹായ് ഹലോ, ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോ ആണ്. ഫുഡാണ് കേട്ടോ. നമുക്ക് പ്ലേറ്റ് അവർ കൊടുക്കുന്നുണ്ട്. ഇതാ കാണുന്നു, റെയിൻബോ ക്ലൗഡ് കിച്ചൺ ചിക്കൻ ബിരിയാണി 149. ഓക്കെ, പിന്നെ ഞാനൊരു ബീഫ് റോസ്റ്റും പറഞ്ഞു കേട്ടോ. ബീഫ് ഇവർ എപ്പോൾ പറഞ്ഞാലും എടുക്കുമ്പോൾ അതുകൊണ്ടൊക്കെ ഒരു തെറ്റില്ല. നോക്കാം. അപ്പം നമുക്കൊന്ന് ബീഫ് പുറത്തേക്ക് വെച്ചു. അച്ചാർ, ബിരിയാണിയുടെ അച്ചാർ, ബിരിയാണിയുടെ സലാഡ്. ഓക്കെ, ബിരിയാണി പുറത്തേക്ക് വയ്ക്കാം. ഗ്ലാസ് വന്നിട്ട് ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. ദേവട്ടിക്കും പറഞ്ഞിട്ട് ഫുഡ്, അപ്പോൾ ദേവട്ടിക്ക് കൊടുത്താൽ മതി. നമ്മൾ മാറ്റി വെച്ചാൽ ബിരിയാണി അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവാറുണ്ട് കേട്ടോ ഒരു ബിരിയാണി. അപ്പോൾ ബിരിയാണി ആദ്യം തുറക്കാം അല്ലേ. ആദ്യം ഞാൻ സലാഡ് തുറക്കാം. ഇത് നാളെ വാങ്ങിച്ചപ്പോൾ ഞാൻ കഴിച്ചില്ല കേട്ടോ. നല്ല തിക്ക് സലാഡാണെന്ന് ദേവട്ടി പറഞ്ഞത്. ഇതാ സലാഡ് ഓപ്പൺ ചെയ്തു. അച്ചാർ ഓപ്പൺ ചെയ്തു. നല്ല ക്വാളിറ്റി പാക്കിംഗ് ആണ്. ഞാൻ എല്ലാവരും മുന്നിൽ വെച്ചിട്ടാ റെയിൻബോ ക്ലൗഡ് കിച്ചൺ. ഓക്കെ, അത്യാവശ്യം ടൈറ്റ് പാക്കിംഗ് ആണ്. ഓക്കെ, ദേവട്ടി വിളിക്കുന്നുണ്ട്. ലൈവ് നടക്കട്ടെ, നമുക്ക് സംസാരിക്കാം. ദേവട്ടി പറയേ, ഫുഡ് കിട്ടിയില്ലേ? 599 എഴുതിയിട്ടുള്ള ബില്ലല്ലേ? ഓക്കെ ശരി കേട്ടോ. വീഡിയോ എടുത്തോണ്ടിരിക്കുക, ലൈവ് അല്ല, അൺബോക്സിങ്, ഫുഡ് അൺബോക്സിങ് വീഡിയോ. ശരി കേട്ടോ. അപ്പോൾ ബിരിയാണി തുറക്കാൻ കിട്ടുന്നില്ലല്ലോ ഗൈസ്. കിട്ടി. 2 ചിക്കൻ പീസും ഒരു എഗ്ഗും ഉണ്ടാവാറുണ്ട്. ചിക്കൻ സ്ഥിരം കഴിക്കുന്നതിന് കണ്ട് ഞാൻ കൂടുതലും ചിക്കനേക്കാൾ കൂടുതൽ ബീഫാണ് പ്രിഫർ ചെയ്യാറ്. അപ്പോൾ നമുക്ക് നോക്കാം. റൈസ് ഒരു സൈഡിൽ നിന്ന് എടുത്തിടാം. എന്തായാലും പീസ് വരാണ്ടിരിക്കില്ല. എഗ്ഗ്, റൈസ്, ഓക്കെ. ഇത്രയും പോഷൻ ഇട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. എന്താ ഇങ്ങനെ തന്നെ എടുത്തിട്ട് ഇത് മൂടുണ്ട്. ഇത്ര ഭക്ഷണം മതി എന്നാണ് എനിക്ക് ഉച്ചയ്ക്ക് അധികം ഫുഡ് കഴിക്കാനുള്ളൊരു മൂഡില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്ത് കേട്ടോ. ഇതേപോലെ തന്നെ മൂടിയിട്ട് എടുത്ത് വയ്ക്കുകയാണ്. ഇനി നമ്മുടെ ബീഫ് തുറക്കാം. കോഴിമുട്ട ഉണ്ട് കേട്ടോ. ബീഫ് വിചാരിച്ച സാധനം തന്നെ. സാധാരണ ഇത് പറയുമ്പോൾ ചിലവർ ചാറ് ഉള്ള ടൈപ്പ് കൊടുത്തു വിടും. ഇന്ന് അടിപൊളി നമ്മൾ വിചാരിച്ച ബീഫ്. ഇതാ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. 150 ആണ് റേറ്റ് വരുന്നത്, ഡ്രൈ ടൈപ്പ്. മറ്റേത് വരുന്നത് 140 കേട്ടോ, ഗ്രേവി ടൈപ്പ്. ബീഫ് ഇട്ടു. സ്പൂൺ ഇതാ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പ്ലേറ്റിൻ്റെ സൈഡിലായിട്ട് സ്പൂൺ വയ്ക്കുന്നു. ബീഫിൻ്റെ പാത്രം അടക്കിയാണ്. ഇതിൽ ഇവരുടെ റെയിൻബോ ക്ലൗഡ് കിച്ചൻ്റെ പേരും ഫോൺ നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്. ചാവക്കാടാണ്. അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇല്ല. അച്ചാർ ഞാൻ ഫുൾ എടുക്കുന്നുണ്ട്. ഇതിലായിരിക്കും വെക്കാനൊന്നുമില്ല ഈ അച്ചാറിൽ. ഈ സലാഡ് ഞാൻ അങ്ങനെ തന്നെ ഫുൾ എടുക്കുന്നുണ്ട്. വൈകിട്ടത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നാശമാവും. ഞാൻ സലാഡ് നന്നായി കഴിക്കാൻ ഒരാളാണ് കേട്ടോ. ഫേസ് കാണാമല്ലോ അല്ലേ. ഓക്കെ, ഈ 2 പാത്രം കാലിയായി. 1, 2, ബീഫ് 3. ഓക്കെ, ആദ്യം ചിക്കൻ ബിരിയാണി എന്നുള്ള രീതിയിൽ ഒരു ചിക്കൻ്റെ പീസ് എടുത്തിട്ട് കഴിച്ചോട്ടെ കേട്ടോ. ഒരു പീസ് ചിക്കൻ, നോർമൽ റൈസ്. നല്ല ചൂടുണ്ട്. ഞാൻ ഇട്ട പോർഷനിൽ മസാല കുറവാണ്. നോർമൽ റൈസ്, വൈറ്റ് റൈസാണ്, മഞ്ഞല്ല. ബിരിയാണി ആണെങ്കിലും ചിക്കൻ അടിപൊളി. ചെറിയ മധുരമുള്ള അച്ചാർ, സലാഡ്, റൈസും കഴിച്ചോട്ടെ. കോള് വരേണ്ടി ഫോൺ മാറ്റിക്കുകയാണ്. ഇത് ബിസി ചെയ്യുന്നുണ്ട്. നല്ല സലാഡാണ്.
ഈ ബീഫും കൂടി കഴിച്ച് നോക്കാം. റൈസും ബീഫും അടിപൊളി. അപ്പോൾ ഒന്നുകൂടി പറയാം, നമ്മളെ ചാവക്കാട് പാലൂർ പള്ളിയുടെ ഓപ്പോസിറ്റ് ഉള്ളിൽ പോയിട്ടുള്ള റെയിൻബോ ക്ലൗഡ് കിച്ചൺ എന്നാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത്. ചിക്കൻ ബിരിയാണി 149, ബീഫ് ഫ്രൈ റോസ്റ്റാന്ന് എനിക്ക് എപ്പോഴും തെറ്റും. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ റോസ്റ്റാണിത്. 150 റേറ്റ്. ഡ്രൈ ആയിട്ടുള്ള ടൈപ്പ്. ബിരിയാണിയിൽ 2 പീസ് ചിക്കൻ, ഒരു കോഴിമുട്ട, സലാഡ്, അച്ചാർ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. നല്ല ബിരിയാണിയാണ്. അപ്പോൾ ഞാൻ മുന്നേ കഴിച്ചിട്ട് ഇഷ്ടമായി, വീണ്ടും കഴിക്കണം. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും ചാവക്കാട് ഗുരുവായൂർ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ റെയിൻബോ ക്ലൗഡ് കിച്ചണിൽ ഒരു 11-11 ആകുമ്പോൾ വിളിച്ച് പറഞ്ഞാൽ 12 ആകുമ്പോൾ അവർ അടുത്തുള്ളവർക്കൊക്കെ ഫുഡ് എത്തിക്കും. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക. ബിരിയാണി അടിപൊളിയാണ്, ബീഫ് അടിപൊളിയാണ്, അച്ചാർ, സലാഡ് എല്ലാം അടിപൊളിയാണ്. ഓക്കെ, ബൈ.